അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ ആരംഭം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു അവതരണമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് സഫ മറുവയാണ്, അഥവാ ആ ഇടത്തെ ഭാഗത്ത് ലാസ്റ്റ് സഫയും ഈ ഭാഗത്ത് മറുവയുമാണ് കാണുന്നത്. ഇപ്പുറത്തുള്ളത് ജബൽ, ലെഫ്റ്റ് സൈഡിൽ ജബൽ അബി ഖുബൈസ് ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പുറപ്പെടുന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് മറുവയുടെ പുറത്തേക്ക് ഒരു 100-150 മീറ്ററിനുള്ളിലാണ് എന്ന് ചരിത്രത്തിൽ കാണാം. ഈ മറുവയുടെ വാതിലാണ് നിങ്ങൾ ആ മൂലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചോപ്പ് ആ ഒരു ബോർഡ് പോലത്തെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഒരു 100-150 മീറ്റർ പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്താണ്. ഇപ്പോൾ ഈ കാണുന്ന ബാരിക്കേഡൊക്കെ വെച്ച ഈ ഒരു ലൈറ്റിൻ്റെ ഒരു പോസ്റ്റൊക്കെ കണ്ടില്ലേ നിങ്ങൾ, അതിൻ്റെ ഒക്കെ മുന്നിലായിട്ട് ആ ബാരിക്കേഡ് വെച്ച് ആ ഒരു ഭാഗത്തായിരിക്കാം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് നിലനിന്നിരുന്ന സ്ഥലം എന്ന് ചരിത്രത്തിലെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതായി കാണും. അങ്ങനെയാണെങ്കിൽ ഖുറൈശികളുടെ ആ ഒരു സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി വീട് വളഞ്ഞത് ഈ ഒരു പ്രദേശത്താണ്. ഈ ബാരിക്കേഡ് വെച്ച ഈ ഒരു ഏരിയയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട് വളയുക എന്ന് പറഞ്ഞാൽ ഖുറൈശികൾ റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി വീട് വളഞ്ഞിരുന്നത് അവിടെയായിരിക്കുമെന്നാണ് ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കണ്ണ് വെട്ടിച്ച് യാത്ര ചെയ്യുന്ന മറുവൻ്റെ ആ മൂലയാണ് മറുവ വരുന്നത് കേട്ടോ. മറുവൻ്റെ അപ്പുറത്ത് കിങ് അബ്ദുൽ അസീസ് എന്നൊരു ഗേറ്റ് ഉണ്ട്. ആ കിങ് അബ്ദുൽ അസീസ് ഗേറ്റാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു ഗേറ്റിൻ്റെ ഭാഗത്തേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ നടന്ന് വരുന്നത്. അവിടുന്ന് പിന്നെ രാത്രിയിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ബെഡിൽ കിടത്തിയതിന് ശേഷം ഈ ഒരു ഭാഗത്ത് വന്ന് ഇവിടെ അന്നൊരു സൂക്ക് ഹസ്വറ എന്നൊരു സൂക്ക് ഉണ്ടായിരുന്നു. ആ ഹസൂറ സൂക്ക് ഈ ഒരു ഗേറ്റിന് കുറച്ചൊന്ന് ഉള്ളോട്ട് കയറി പള്ളിയുടെ ആ ഭാഗത്ത് ഉൾപ്പുള്ള മസ്ജിദുൽ ഹറാമിൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു സ്ഥലത്തായിരുന്നു. ഇവിടെ നിന്നും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് അതിലെ ഗേറ്റിലൂടെ ഉള്ളിലോട്ട് കയറി നോക്കുകയാണെങ്കിൽ മസ്ജിദുൽ ഹറാം വളരെ ഭംഗിയായി കഅബാലയം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ആ കഅബയെ നോക്കിക്കൊണ്ട് വളരെ വികാര നിർഭരമായ ചില ഈ കഅബ നിങ്ങൾ കാണുന്നില്ലേ, ആ കഅബ. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് മക്ക വിട്ടു പോകുമ്പോൾ ഈ കഅബാലയത്തെ നോക്കിക്കൊണ്ട് വളരെ വികാരമായിട്ട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മഹാനായ ഇമാം തുർമുദിയും നസായിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ മഹാനായ അബ്ദുല്ലാഹിബിൻ അദീബിനുൽ ഹംറ റളിയല്ലാഹു അൻഹു പറയുന്നതായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടേക്ക് തിരിഞ്ഞുകൊണ്ട് കഅബയിലേക്ക് തിരിഞ്ഞു മക്കയിലെ ജനങ്ങളോട് എല്ലാവരോടും മക്കയിലെ വീടുകൾ ഒക്കെ നോക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നതായി കാണാം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു വാക്കിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ വേദനയും വിഷമവും പ്രയാസങ്ങളും എല്ലാ വാക്കുകളിൽ ഉൾക്കൊള്ളുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം 53 വയസ്സ് വരെ ജീവിച്ച് ജനിച്ച് പിച്ച വെച്ച് കളിച്ച് വളർന്ന ആ നാടിനോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറയാൻ പോകുകയാണ്. നമ്മൾ ഏതൊരു നാട്ടിൽ നിന്നും പോയി കഴിഞ്ഞാലും ജനിച്ചു വളർന്ന ആ നാടിനോട് നമുക്ക് മുറിച്ച് മാറ്റാൻ പറ്റാത്ത അഭേദ്യമായൊരു ബന്ധം ആർക്കും ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അതുപോലെ തന്നെ ജനിച്ചു വളർന്ന ആ നാടിനോട് മുറിച്ച് മാറ്റാൻ പറ്റാത്ത ആ ഒരു ബന്ധം കാരണം റസൂലുള്ളാഹി ആ വേവുമായി ചില സംസാരങ്ങൾ അവിടെ വെച്ച് സംസാരിക്കുന്നതായി സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ നമുക്ക് വിവരിക്കുന്നതായി കാണാം. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയെ നോക്കി പ്രവാചകർ പറയുന്നത് ഇങ്ങനെയാണ്: മാ അത്യബക മിൻ ബലദിൻ വഅഹബ്ബകി ഇലയ്യ ഉഖ്രിജൂനി മിൻകി മാ സകൻതു ഗൈറകി മക്കത്തുൽ മുകറമതു ഹി അഫ്ളലു البقاء على وجه الأرض وهي أحب البلاد إلى الله تعالى وشرفت البيت الله الحرام. റസൂൽ പറയാണ്, ഓ മക്ക, നീ എത്ര നല്ല നാടാണ്, ഭൂമിയിൽ ഏറ്റവും നല്ല നാട് നീയാണ്. ഈ ഒരു നാട്ടിൽ നിന്നും അവർ എന്നെ പുറത്താക്കിയിരുന്നില്ലെങ്കിൽ, അഥവാ ആ നാട്ടുകാരെ അവിടെയുള്ള ഖുറൈശികൾ എന്നെ പുറത്താക്കിയിരുന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിച്ച് വിട്ടു പോകുമായിരുന്നില്ല. ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് നീ മക്ക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വേവലാതിപ്പെടുന്നത് ആ ഒരു ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്രയെല്ലാം പീഡനങ്ങൾ ആ നാട്ടിൽ നിന്നും തങ്ങൾക്ക് അനുഭവിച്ചിട്ടു അള്ളാഹുവിൻ്റെ റസൂൽ ആ നാടിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയാണ്. ആ ഹദീസിലൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ലൗലാ അന്ന ഖൗമി അഖ്രിജൂനി എന്നാണ് പറയുന്നത്. അഥവാ ആ ഒരു വാക്ക്, അഥവാ നിന്നെ അവർ പുറത്താക്കുമെന്നുള്ള വാക്ക്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ ആദ്യ ദിവസം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി വറക്കയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവമാണ് പറയുന്നത്. നുബുവത്തിന്റെ തുടക്കത്തിൽ ഉള്ള ഒരു സംഭവം. നിങ്ങളുടെ സ്വന്തം ജനത നിങ്ങളെ പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ നുബുവത്ത് കിട്ടിയ ഒന്നാമത്തെ ദിവസം തന്നെ വറഖത്ത് ബിൻ നൗഫൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അഥവാ അവർ പുറത്താക്കുന്നുള്ള ഒരു വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വറഖത്ത് ബിൻ നൗഫലിലൂടെ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിക്കുന്നതായി കാണാം. അവ മുഖ്രിജീഹും എന്ന് റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അഥവാ എന്നെ അവർ പുറത്താക്കുമോ, അഥവാ അവർ എന്നെ പുറന്തള്ളുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് വറഖയോട് തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നതായല്ല ആ ഹദീസിൽ കാണാം. കാരണം അന്ന് പ്രവാചകർക്ക് അത് അസംഭവ്യമായി തോന്നിയിരുന്നെങ്കിലും ആ ഒരു അസംഭവ്യമായ കാര്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ നിന്നും വധിക്കാനുള്ള ശ്രമമെടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരുടെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ശേഷം സൂഖ് ഹസൂറയിൽ നിന്ന് ആ വികാര നിർഭരമായ സംഭവം എല്ലാം കഴിഞ്ഞ് നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. ആ വീട് നിന്നിരുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അഥവാ ക്ലോക്ക് ടവറിൻ്റെ നേരെ വലത്തേക്ക് ഭാഗത്ത് ഉള്ള ആ ഒരു ബിൽഡിങ് മക്ക ടവർ എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ആ എസ്കലേറ്ററാണ് ഇപ്പോൾ നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ എസ്കലേറ്റർ തുടങ്ങുമ്പോൾ അതിൻ്റെ വലത്ത് ഭാഗത്ത് ഒരു ആ ബിൽഡിങ്ങിന്റെ കോർണറിൽ ഇവിടെയായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് നിന്നിരുന്നത്. അത് അവർ പൊളിച്ച് ടവറിൽ ഉൾപ്പെടുത്തി. ശേഷം അവരെ ഇതിന്റെ 4ാമത്തെ നിലയിൽ അവിടെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒരു അബൂബക്കർ സിദ്ദീഖ് മസ്ജിദ് നിർമ്മിച്ചിട്ടുണ്ട്. ആ മസ്ജിദിന്റെ മുകളിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. യഥാർത്ഥത്തിൽ അടിഭാഗത്ത് ഒരു പള്ളിയും അബൂബക്കർ സിദ്ദീഖിന്റെ ചെറിയ പള്ളിയും ഒരു വീടും അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം പൊളിച്ച് മാറ്റിയിട്ടാണ് ഇവർ ഈ ഒരു ബിൽഡിംഗ്, ഈ ഒരു മക്ക ടവർ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ 4ാമത്തെ നിലയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാമധേയത്തിൽ ഈ ടവറിലുള്ള അബൂബക്കർ സിദ്ദീഖ് മോസ്ക് കാണാനാണ് ഇപ്പോൾ പോകുന്നത്. ഏതായാലും അള്ളാഹുവിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറയുടെ തുടക്കം നടത്തിയത് ഖദീജ ബീവിയുടെ വീട്ടിൽ നിന്ന് നേരെ മക്കയോട് വിട പറഞ്ഞ് ഹസൂറ സൂഖിൻ്റെ അടുത്ത് നിന്ന് മക്കയോട് വിട പറഞ്ഞ് നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു വീട്ടിലേക്കാണ് കയറി വരുന്നത്. ഇതാ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് 4ാം ഫ്ലോറിൻ്റെ മുകളിലുള്ള അബൂബക്കർ സിദ്ദീഖ് മോസ്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സംഭവമായി നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഹിജറയുടെ തുടക്കം എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടും ഉണ്ടാകുമെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.